ഗുഡ് ഈവനിംഗ് ഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദിലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഒന്നടങ്കം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോള് ഉണ്ടായി. കാരണം യുദ്ധമൊക്കെ മാറി എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് മാർക്കറ്റ് ക്രാഷ് ആയതും ഗ്ലോബൽ മാർക്കറ്റ് ഒന്നടങ്കം ഒരു ഫിയർ വന്നതും. അപ്പോൾ സ്വാഭാവികമായ രീതിയിൽ ആളുകൾ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകൾക്ക് ഇന്ന് വലിയ തോതിൽ ചതി പറ്റി. കാരണം മാർക്കറ്റ് ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ശക്തമായ രീതിയിൽ മുകളിലേക്ക് പോയി. എല്ലാ ആൾക്കാരും സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് ചെയ്ത് മുകളിലേക്ക് പോയി. പിന്നീട് സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എങ്കിലും മാർക്കറ്റ് ഇന്ന് പോസിറ്റീവായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. യുഎസിനെ സംബന്ധിച്ച് ആ ഒരു ഇഷ്യൂസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയിട്ട് മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ പ്രഖ്യാപിച്ച വെടിനിർത്തൽ, അതായത് സീസ് ഫയർ, അത് പ്രായോഗികമായിട്ട് തകർന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞു. അമേരിക്കൻ സൈനിക സാന്നിധ്യം ഇറാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല ഹോർമോസിൽ. ഇതൊക്കെ തന്നെയാണ് ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ളത്. പക്ഷേ യുദ്ധ പശ്ചാത്തലത്തിൽ നമ്മുടെ മാർക്കറ്റ് ശക്തമായ രീതിയിൽ, അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് ശക്തമായ രീതിയിൽ നിലകൊണ്ടിട്ടുണ്ട്. ഇനി ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സൊക്കെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. സൺഫാർമ, ഭാരത് എയർടെൽ, ബജാജ് ഫിൻസർവ്, ഇൻഡിഗോ ഇന്നലെ ഇടിഞ്ഞതായിരുന്നു 5%. ഇന്ന് ഇൻഡിഗോ ഒരു 2% ഒരു റാലി. എറ്റേണലും പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. ഡോക്ടർ റെഡ്ഡി, ഇൻഫോസിസ്, മാരുതി, NTPC, ONGC ആണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട കുറച്ച് കമ്പനീസ്. ഈ ഡോക്ടർ റെഡ്ഡിയൊക്കെ ഇടിയാനായിട്ട് കാരണങ്ങളുണ്ട്, നമ്മൾ അതിലേക്ക് എത്താം. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് സ്പൈക്ക് ചെയ്ത് $4113, സിൽവർ 59 ആയിട്ടുണ്ട്. ബിറ്റ്കോയിൻ പോസിറ്റീവായിട്ട് 62,000 നിലകൊള്ളുന്നു. ബ്രൻഡോയിൽ 78, നാച്ചുറൽ ഗ്യാസ് 3.1. ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും ഫ്ലാറ്റാണ്. നാസ്ഡാക്ക് ഫ്യൂച്ചർ ഫ്ലാറ്റാണ്, ആക്ച്വലി പ്ലസ്സിലാണ്. കൂടാതെ തന്നെ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പൊതുവേ പ്ലസ്സിലാണ്. നിക്കിയും, കൊറിയൻ മാർക്കറ്റ്, കോസ്പി, ജപ്പാൻ മാർക്കറ്റിലെല്ലാം തന്നെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് തിരികെ വരുമ്പോൾ പ്രധാനമായിട്ടും എയർടെല്ലും HDFC ബാങ്കും എല്ലാം തന്നെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയും ഇന്ന് 510 പോയിന്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തി. 57,252 ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. TCSൻ്റെ റിസൾട്ട് വന്നു. TCS റിസൾട്ട് പോസിറ്റീവാണ്. പക്ഷേ അതിലുപരി ഒരു പ്രധാന കാര്യം സംഭവിച്ചു. TCS ഏകദേശം 9,279 എംപ്ലോയീസിനെ ഈ ഒരു ക്വാർട്ടറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ് കൗണ്ട് എല്ലാം തന്നെ ഉയർന്നു എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. കാരണം ഈ ഒരു AI വന്നതിന് ശേഷം ആളുകൾ വേണ്ട, അല്ലെങ്കിൽ 10 ആൾ ചെയ്യുന്ന ജോലിക്ക് ഒരാൾ മതി എന്നുള്ള രീതിയിലേക്കുള്ള പ്രൊപ്പോർഷനൊക്കെ കുറഞ്ഞതിന് ശേഷമാണ് ആദ്യമായിട്ട് ഇപ്പോൾ TCSൻ്റെ ഹെഡ് കൗണ്ട് ഉയർന്നു എന്നുള്ള ന്യൂസ്. നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 4.6% ഉയർന്ന് 13,349 കോടി രൂപ ഉയർന്നു. ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. 12 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. കൂടാതെ തന്നെ ഡോക്ടർ റെഡ്ഡി നേരത്തെ ഇടിഞ്ഞ ഒരു കേസ് നമ്മൾ പറഞ്ഞിരുന്നു. ഇവരുടെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ, ഒരു പ്ലാന്റിലുള്ള കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ API ഇഷ്യൂ കാരണം അത് ഡിലേ ആകും എന്നുള്ളൊരു ന്യൂസ് കാരണമാണ് ഡോക്ടർ റെഡ്ഡി ഫോളോ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ IT കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ വിപണിയിൽ എല്ലാം തന്നെ ഓവർ സോൾഡ് സോണിലാണ് എന്ന് HSBCയും അഭിപ്രായ പ്രകടനം നടത്തി. അപ്പോൾ ഈ എയുടെ എല്ലാം തന്നെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ IT സെക്ടറിൽ വിസിബിൾ ആകുമെന്നാണ് HSBC എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബ്രോക്കറിംഗ് സ്ഥാപനം പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഇൻഫോസിസ്, TCS, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകളെല്ലാം തന്നെ മറ്റുള്ള കമ്പനീസ് ശക്തമായ രീതിയിൽ മുകളിലേക്ക് പോയപ്പോഴും, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എടുക്കുമ്പോഴും തന്നെയും IT ബേസ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ വലിയ തോതിൽ നെഗറ്റീവ് റിട്ടേൺ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മറ്റുള്ള സെക്ടേഴ്സ് എല്ലാം തന്നെ അറ്റ്ലീസ്റ്റ് ഇപ്പം ചില സമയങ്ങളിൽ അല്ലെങ്കിൽ തന്നെയും പോസിറ്റീവായിട്ട് നിലകൊള്ളുമ്പോൾ നമ്മളുടെ IT സെക്ടർ നെഗറ്റീവായിരുന്നു. ഇനിയിപ്പോൾ അത് നല്ല ശുഭദിനം വരുമോ എന്നുള്ള രീതിയിലാണ് ആളുകളെല്ലാം തന്നെ നോക്കുന്നത്. എനിവേ, ഇനി നമുക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ക്രിപ്റ്റോ കോഴ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, ജസ്റ്റ് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ചിട്ടുള്ള ക്രിപ്റ്റോ മാത്രമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. നമുക്ക് ടാക്സ് ഫയൽ ചെയ്യാനും അതല്ലെങ്കിൽ ലോസ് ക്യാരി ഫോർവേഡും ചെയ്യാനും പറ്റുന്ന ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ. അപ്പോൾ അതിൻ്റെ അക്കൗണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക. കോഴ്സ് നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. മഹേന്ദ്ര ഇവർ 1 lakh യൂണിറ്റ് സെല്ല് ചെയ്തു എന്നുള്ള ന്യൂസ്. സെയിൽസ് 33% വർദ്ധിച്ചു. ഹാവൽസ് ഇവരുടെ പുതിയ നോർവേ പിക്സി ആയിട്ട് കൊളാബ് ചെയ്തിട്ട് പുതിയ ബാറ്ററി എനർജി ബിസിനസ്സസ് ചെയ്യാൻ ധാരണയായി. ആനന്ദ് രതി വെൽത്ത് കമ്പനി Q1 റിസൾട്ട്
93 നിന്ന് 163 കോടി രൂപയിലേക്ക് ഉയർന്നു. കോൺകോർ കമ്പനി 15 വർഷത്തെ ഒരു ബിസിനസ് കോൺട്രാക്ട് ഗെയിലായിട്ട് സൈൻ ചെയ്തു. വിക്രം സോളാർ കമ്പനി 130 മെഗാവാട്ടിൻ്റെ ഒരു സോളാർ പ്രൊജക്റ്റ് കിട്ടി. ഗ്രേവ്സ് കോട്ടൺ കമ്പനി 313 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ചോയ്സ് ഇൻ്റർനാഷണൽ കമ്പനി നാഷണൽ ഹൈവേ ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. സ്റ്റോക്കിൽ നിന്ന് 7% റാലി രേഖപ്പെടുത്തി. പേടിഎം RBI വാലറ്റ് ബിസിനസ് ചെയ്യാനായിട്ട് RBIയുടെ അപ്രൂവൽ തേടുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. പേടിഎം പോസിറ്റീവായിരുന്നു. ഗ്രോ 13 ലക്ഷം ആക്റ്റീവ് ക്ലയൻ്റ് ഉണ്ടെന്ന് ഗ്രോ അഭിപ്രായപ്പെട്ടു. സ്റ്റോക്കിൽ നിന്ന് 3.5% റാലി രേഖപ്പെടുത്തി. JK ടയർ ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ എല്ലാം തന്നെ വില വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ന്യൂസ്. പ്രീമിയർ എനർജി കമ്പനി സോളാർ മൊഡ്യൂൾ ഫാക്ടറി ചെയ്യാൻ ധാരണയായി. സ്റ്റോക്കിൽ നിന്ന് പോസിറ്റീവ് റിയാക്ട് ചെയ്തു. ഇൻസലേഷൻ എനർജി കമ്പനിക്ക് 560 കോടി രൂപയുടെ ഓർഡർ കിട്ടി. സ്റ്റോക്കിൽ നിന്ന് 12% റാലി രേഖപ്പെടുത്തി. വേദാന്ത ഓയിലിന് അനുകൂലമായ രീതിയിൽ ഡൽഹി ഹൈക്കോർട്ട് ഒരു വിധി പ്രഖ്യാപിച്ചു. സ്റ്റോക്കിൽ നിന്ന് 4.3% റാലി. BPLലും അതുപോലെ തന്നെ ഒരു ഇൻസോൾവൻസി കേസ് ഉണ്ടായിരുന്നു. അത് കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നു. സ്റ്റോക്കിൽ നിന്ന് 10% റാലി രേഖപ്പെടുത്തി. നമ്മുടെ ചാനൽ നിങ്ങൾ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ബിറ്റ്കോയിനിൽ ട്രേഡ് പഠിക്കാൻ ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്, ഫില്ല് ചെയ്യുക. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ആൾ.